അച്ഛനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് തന്നിട്ടുള്ളത്, സപ്പോർട്ടെന്നല്ല എതിര് നിന്നിട്ടുള്ളത്. അതെ അതെ, എഴുത്തിനെതിരാണ്. അപ്പം അച്ഛന് ഇഷ്ടമല്ലായിരുന്നു എഴുതുന്നത്. അപ്പോൾ ഈ സാധനങ്ങൾ എഴുതി കഴിഞ്ഞാൽ എടുത്തിട്ട് കത്തിക്കുക അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യും. അപ്പം നോവലൊക്കെ 5-6 എഴുതി വെച്ചാലും നമ്മൾ ജീവിതം കൈവിട്ടു പോകുമെന്ന് വെച്ചിട്ടാണോ, മോശം എഴുത്തുകാരുടെ മാതൃക കണ്ടിട്ടാണോ? ഒന്നും വായിച്ചിട്ടല്ല. അപ്പോൾ അച്ഛന് ഒരു ചിന്ത വന്നു, അതായത് ഇങ്ങനെ എഴുത്തിന്റെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ ഇവന്റെ ജീവിതം നശിക്കും, പഠിക്കത്തില്ല. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഞാനൊരിക്കലും അച്ഛൻ അന്ന് അത് എതിർത്തുകൊണ്ടാണ്, പക്ഷെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിരുന്ന ഞാൻ ഇത്ര വാശിയിൽ ഞാനൊന്നും ചെയ്യില്ലായിരുന്നു. അപ്പം അച്ഛൻ ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് കൊണ്ടുവന്നാൽ എടുത്തിട്ട് കത്തിക്കും. അപ്പം അങ്ങനെ ലൈബ്രറിയിലെ മെമ്പർഷിപ്പൊക്കെ കട്ടായി. അപ്പോൾ ബുക്കൊക്കെ ഒളിപ്പിച്ച് വെച്ചാൽ വായിക്കുന്നതൊക്കെ. അത്രയും വീട്ടിൽ നിന്ന് അത്രയും പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒളിച്ചിരുന്ന് എഴുതും, ബെഡിൻ്റെ അടിയിലൊക്കെ ഒളിപ്പിച്ച് വെക്കും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്കിത് പബ്ലിഷ് ചെയ്യണമെന്നുള്ള ആഗ്രഹമായി. അപ്പോഴാണ് ഓജോ ബോർഡ് എഴുതി കഴിഞ്ഞത്. +2 വെക്കേഷൻ സമയത്ത് 17 വയസ്സുള്ള സ്വകാര്യമായിട്ട് എഴുതി വെച്ചു. അപ്പോൾ ഇതിനുശേഷം ചേട്ടൻ ആ സമയത്ത് ഒരു സെക്കൻഡ് ഹാൻഡ് കമ്പ്യൂട്ടർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മലയാളം ടൈപ്പിംഗ് അതിൻ്റെ അത് പഠിച്ചിട്ട് ഇത് ടൈപ്പ് ചെയ്ത് അപ്പം നമുക്ക് ഗൂഗിൾ മലയാളം ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, നമുക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിൽ വരും. അപ്പോൾ ഈസി ആയിരുന്നു ഭയങ്കരമായിട്ട്. അങ്ങനെ അത് ടൈപ്പ് ചെയ്ത് ഫുള്ളൊരു 37 ചാപ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ കഥ എന്ന് പറഞ്ഞൊരു പേജ് തുടങ്ങി. എന്നിട്ട് അതിൻ്റെ അത് പോസ്റ്റ് ചെയ്തു. സ്വന്തമായിട്ട് തന്നെ തുടങ്ങിയതാണ്. കഥ വായിക്കുന്ന ലൈക്ക് ചെയ്യുന്നവർ കഥ ഇഷ്ടമുള്ളവരാണല്ലോ. അങ്ങനെ കഥ വായിക്കാനായിട്ട് ആരും വന്നില്ല. 1ാമത്തെ ചാപ്റ്റർ ഇട്ടു, 2ാമത്തെ ഇട്ടു, ആരും വരുന്നില്ല വായിക്കാൻ. 3ാമത്തെ ഇട്ട് 4ാമത്തെ ഇട്ടപ്പോൾ ഞാൻ ഓർത്ത് ഇത് ഈ പരിപാടി നിർത്താം. കാരണം കൂട്ടുകാർ കളിയാക്കുന്നുണ്ട്, നാട്ടുകാർ കളിയാക്കുന്നുണ്ട്, എന്തായി കാണിക്കുന്നത്, എൻ്റെ പ്രൊഫൈലിൽ ഇട്ടിട്ടും ആൾക്കാർ കളിയാക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ലാസ്റ്റ് വിചാരിച്ചെങ്കിൽ വിട്ടേക്കാത്. അങ്ങനെ ഒരു 6ാമത്തെ ചാപ്റ്റർ ഇട്ടു, 7ാമത്തെ കൂടി ഇട്ടിട്ട് ഞാൻ നിർത്തുമെന്ന് തീരുമാനിച്ചു. ആ 7ാമത്തെ ചാപ്റ്ററിൽ ഒരാൾ കമൻ്റ് അടിച്ചു, ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു, ആദ്യമായിട്ട് ഒരാൾ. അപ്പം എനിക്ക് സന്തോഷമായി. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇവന് വേണ്ടിയിട്ട് ഞാൻ ഈ 37 ചാപ്റ്ററും പോസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു. അവനിപ്പോ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആരാന്ന്? അയ്യോ, ആൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇപ്പോൾ, വിഷ്ണു എന്ന് പറഞ്ഞൊരു. നന്ദി പറയണം. അതെ അതെ, തീർച്ചയായിട്ടും. ആ ഒരു കമന്റ് ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.